ബംഗാൾ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിൽ വൻ പോളിംഗ്. ഇതുവരെ 43.06% പോളിംഗ് രേഖപ്പെടുത്തി. 16 ജില്ലകളിലെ 152 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. അതിനിടെ മുർഷിദാബാദിലെ നൌഡയിലുണ്ടായ അക്രമത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ധൻസുമോദ് വിശദാംശങ്ങളുമായി. സുമോദ്, ഇനി 3.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും പുതുതായി വന്ന ഈ പോളിംഗ് പെർസെന്റേജിന്റെ കണക്ക് എത്ര മണിവരെ ഉള്ളതാണ്? മൊത്തത്തിൽ ആളുകളിൽ നിന്ന്, വോട്ടർമാരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം എങ്ങനെയാണ്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ബൽദംഗയിലാണ്. മുർഷിദാബാദ് ജില്ലയിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ 70%-ലധികം വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാം. കാരണം ഇവിടെ കെട്ടിമറച്ചിരിക്കുന്നത് ഇവിടെയെല്ലാം വളരെ നീണ്ട നിരയായിരുന്നു. പക്ഷേ ആരും ഇപ്പോഴില്ല. ഇവിടെ എത്ര പേരാണ് ഇനി ഇവിടെ വോട്ട് ചെയ്യാൻ ബാക്കിയുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ BLAയോട് തന്നെ ചോദിക്കാം. ഭയ്യ, ബാക്കി കിतना वोट है? 186 जो पार्ट है इसमें 200 बाकी है. 200 हाँ 200 हाँ. और 187 जो पार्ट है उसमें 80 बाकी है. 80 बाकी. हाँ. बस ये दो ही. ഏതാനും കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഇവർക്ക് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന്. പക്ഷെ നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മുർഷിദാബാദ് ജില്ലയിലെ പല സ്ഥലങ്ങളിലും വ്യാപകമായ ആക്രമണങ്ങൾ നടന്നിരുന്നു. നാടൻ ബോംബായിരുന്നു എറിഞ്ഞിരുന്നത്. ഇതോടുകൂടി ഒരു 11 മണിയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടായത്. പിന്നീട് ഒരു 2 മണിക്കൂറത്തേക്ക് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. പാർട്ടി പ്രവർത്തകർ, TMC ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ വോട്ട് ചെയ്യാത്തവരുടെ വസതികളിലെത്തി അവരുടെ ഭയപ്പാട് മാറ്റിക്കൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ബാറ്ററി വണ്ടികൾ ഇതിനുവേണ്ടി മാത്രം ഇട്ടിട്ടുണ്ട്. ആ വണ്ടികളിൽ കൊണ്ടുപോയി ഇവരെ ബൂത്തിലെത്തി വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ബംഗാൾ കാണുന്നത്. അതായത് ആദ്യത്തെ ഒരു 2 മണിക്കൂറത്തേക്ക് ജനങ്ങളെ ഭീതിപ്പെടുത്തി ഇരുത്താൻ പറ്റിയെങ്കിൽ പോലും പിന്നീട് ജനം കൂട്ടത്തോടെ ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ 70% പോളിംഗ് ഈ സമയത്ത് തന്നെ ഈ ബൂത്തിലായിരിക്കുകയാണ്. ഇനിയും വോട്ടിംഗ് അവസാനിക്കാൻ സമയമുണ്ട്. അതിനുള്ളിൽ തന്നെ ബാക്കിയുള്ളവർ വന്ന് ചേരും, വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിനിടയിൽ ഒരു സംഘർഷമുണ്ടായിരിക്കുന്നത് ഹുമയൂൺ കബീറിന്റെ പാർട്ടിയും TMC തമ്മിലായിരുന്നു. കാരണം അവരുടെ ബൂത്ത് ഏജന്റുകളെ ചിലരെ ഇരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ഒരു സംഘർഷത്തിന്റെ കാരണം. പിന്നീട് TMC പ്രവർത്തകർ ഹുമയൂൺ കബീറിനെ തടഞ്ഞിരുന്നു. ഇതേ തുടർന്ന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഒരു 7 കിലോമീറ്റർ അപ്പുറത്തുണ്ടായിരുന്നത്. പക്ഷേ ആ തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് തന്നെ ഇപ്പോൾ പോളിംഗ് പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി ഈ ബൂത്തിൽ തന്നെ ഏതാനും ചില വോട്ടുകൾ മാത്രമാണ് ഇനി വന്ന് ചെയ്യാനുള്ളത്. അവരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പാർട്ടി പ്രവർത്തകർ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ബാക്കിയുള്ള ബൂത്തുകളിൽ ഇപ്പോഴും നന്നായിട്ട് തന്നെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 2.5 മണി കഴിയുമ്പോൾ പശ്ചിമ ബംഗാളിൽ 62.18% ആളുകൾ ഇതുവരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും 3.5 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. അതിനിടയിൽ കൂടുതൽ പേർ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ റെക്കോർഡ് പോളിംഗിലേക്ക് പശ്ചിമ ബംഗാളിലും കാര്യങ്ങൾ പോകുമെന്ന സൂചനകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന. വിശദാംശങ്ങൾ നൽകിയത് ധൻസുമോദ്.